കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായത്. ഇപ്പോൾ BJP ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 9-ൽ 7 സീറ്റിലും BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. സമാജ്വാദി പാർട്ടി എന്തായാലും 2027 തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന ലക്ഷ്യം വെച്ചാണ് അഖിലേഷ് യാദവ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ BJPയുടെ വിജയം വീണ്ടും യോഗിയുടെ കസേര ഉറപ്പിക്കുകയാണോ? ഉറപ്പായിട്ടും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയമുള്ള സംസ്ഥാനങ്ങൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയം വർക്കൗട്ട് ആകുകയും ജനങ്ങളെ വേർതിരിപ്പിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന 1-2 സംസ്ഥാനം. ഒന്ന് ബീഹാർ, അതിനെക്കാട്ടി കൂടുതലായിട്ട് UPയിലായിരുന്നു. UPയിൽ ആദ്യം തൊട്ടേ, അതുകൊണ്ട് തന്നെയാണ് UPയിൽ 5 കൊല്ലം തികച്ച് ഭരിക്കുന്ന, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, കോൺഗ്രസ് ആയാലും ഉണ്ട്, BJP ആയാലും, അല്ലെങ്കിൽ സമാജ്വാദി, എനിക്കൊന്നും മായാവതി ഒരു പ്രാവശ്യം ഭരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇടയ്ക്ക് വെച്ച് പോകും. കാരണം ഇതിനകത്ത് ഏതാണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏതാണ്ട് 1000-നടുത്ത് വരുന്നുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഓരോ ജാതിയുടെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഈ പറയുന്ന പോലെ ഓരോ നിയോജകമണ്ഡലത്തിൽ ചിലപ്പോൾ 1000 വോട്ട്, 1500 വോട്ട്, 2000 വോട്ടാണ് കാണുന്നത്. ഈ ജയിക്കുന്നതൊക്കെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്ന പലയിടത്തും 2000 വോട്ടിനും 1500 വോട്ടിനും ഒക്കെ. അപ്പോൾ ഇവർക്കൊക്കെ എല്ലായിടത്തും സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗം, ഓരോ ജാതിയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും. ഇലക്ഷൻ സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് പല വലിയ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംവദിക്കാൻ കഴിയുക, അല്ലെങ്കിൽ വിലപേശാൻ കഴിയുക, അതിനകത്തൂടെ സമ്പത്തുണ്ടാക്കുക, അത് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പ്രദേശത്തെ ഒരു മാഫിയായോ ഒരു ഗുണ്ടയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി നേതാവായിട്ട് അവിടുത്തെ വോട്ട് കച്ചവടം ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്രദേശത്തുള്ള സാധാരണക്കാരനെയും OBC വിഭാഗത്തിലുള്ളവനെയും SC/ST വിഭാഗത്തിലുള്ളവനെയും ഈ ജാതി വിഭാഗത്തിലുള്ളവനും വളരെ കൃത്യമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയമായിട്ടായിരുന്നു UP ഒരു കാലത്ത് പോയിക്കൊണ്ട്. ഈ ജാതി രാഷ്ട്രീയങ്ങൾ വെച്ചാൽ മായാവതി ഇപ്പോൾ കാണാൻ പോലും തകർന്നടിഞ്ഞു. അപ്പം ഇതിനെ പൊളിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് യോഗിയുടെ ഭാഗമായിട്ട് അവിടെ BJP അവിടെ അധികാരത്തിൽ വന്നപ്പോൾ RSS തീരുമാനിച്ചു കൊടുത്തു. കാരണം അധികാരത്തിൽ അറിയാമല്ലോ, യോഗിയുടെ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ 1 മാസം എടുത്തു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ. അന്നേരം ഈ പറയുന്ന കേശവ പ്രസാദ് മൗര്യയൊക്കെ അതിനകത്തിൻ്റെ ഉണ്ടായിരുന്നു. കണ്ടമാനം BJP നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ RSS അറിയാമല്ലോ, RSSന് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം. എല്ലാവരും ചിന്തിച്ചിരുന്ന കേശവ പ്രസാദ് സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ല, സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അതോ എന്തോ നല്ല പോസ്റ്റുകൾ മാത്രമല്ല, അതേ OBC വിഭാഗം കൂടെ. അപ്പം അവിടെ RSS ദീർഘമായിട്ടുള്ള ഇത്രയും വലിയൊരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ വളരെ കൃത്യമായിട്ട് പലവട്ടം അവിടെ നേരത്തെ BJPയുടെ അമ്മക്കറിയാം, ഇവർ വന്നിട്ടുണ്ട്, ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഉമാ ഭാരതിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ എങ്ങും കയ്യിൽ ആ സംസ്ഥാനം നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജാതിക്കകത്തെ ജാതി ഇപ്പം നമ്മുടെ രാഹുൽ ഗാന്ധി കളിച്ചുകൊണ്ട് വരുന്ന സാധനം, അതൊക്കെ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നവരുടെ UP. അപ്പോൾ അവിടെ ആര് വേണം, അല്ലെങ്കിൽ BJP അവിടെ കൃത്യമായിട്ട് നിർത്തേണ്ട, അല്ലെങ്കിൽ BJPയുടെ ആഴത്തിൽ ഇറക്കേണ്ടതായിട്ടുണ്ടല്ലോ. കാരണം അതിന് മുമ്പ് ലോക്സഭയിലേക്ക് 2014 ഏതാണ്ട് 70 സീറ്റ്, 68-70 സീറ്റിനകത്ത് അവിടെ BJPക്ക് പിടിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ രണ്ടാമത് വീണ്ടും അവിടെ നല്ല, അപ്പോൾ ആ വേരോട്ടം അവിടെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് BJP ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നേതാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച് BJP കണ്ടെത്തിയ നേതാവാണ് യോഗി. ആ യോഗി അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനകത്തും ഈ പറഞ്ഞ പോലെ അധികാരത്തർക്കവും അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിലുള്ള മത്സരമൊക്കെ വരും. യോഗി എന്ന് പറയുന്ന RSS നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ യോഗി എന്ന് പറയുന്ന സന്യാസിയാണ്. പുതിയതിന് പുള്ളിക്ക് പ്രത്യേക അജണ്ടയൊന്നുമില്ല. മാത്രമല്ല ഇതിനെയെല്ലാം മറികടന്ന് ഒരു സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉരുത്തിരിച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഹിന്ദു യുവാഹിനി എന്ന് പറഞ്ഞ് RSSന് പോലും അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പലവട്ടം അവിടെ BJPക്ക് അപ്പുറം ഇതിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അപ്പോൾ അത്തരത്തിൽ അന്നും രാമക്ഷേത്രം എന്ന് പറയുന്ന ഇതിനെ വിഷയമായിട്ടാണ് അദ്ദേഹം നിന്നിരുന്നത്. രാമക്ഷേത്രവും രാമനും പുള്ളിയുടെ ഏറ്റവും വലിയ ഭക്തനാണ്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ ഇത്രയും വലിയൊരു ചെറുപ്പക്കാരന് സാധിക്കും. സന്യാസിയാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹം വഹിക്കുന്ന ആ സന്യാസി മഠം എന്ന് പറഞ്ഞാൽ നേപ്പാൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം ഏറ്റവും കൂടുതൽ ഡിവോട്ടീസ് ഉള്ള ഒരു വിഭാഗം. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരികയും മാത്രവുമല്ല അദ്ദേഹത്തെ പഠിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കലും
രാഷ്ട്ര സേവനത്തിന് വേണ്ടി നിൽക്കത്തുള്ളൂ, സ്വന്തം സേവനത്തിന് വേണ്ടി നിൽക്കത്തില്ല. വീട്ടിൽ നിന്ന് 16ാമത്തെ വയസ്സിൽ ഇറങ്ങിപ്പോന്ന് സന്യാസിയായിട്ട് പോവുകയും സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ പോലും അദ്ദേഹം അവിടെ പോയിട്ടില്ല. കാരണം സന്യാസി ആയതുകൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. അന്ന് കോവിഡിൻ്റെ വിഷയം. അപ്പോൾ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകനെ ഏൽപ്പിക്കുകയും വളരെ മുന്നേറ്റം ഉണ്ടാക്കുകയും ആ യോഗി എന്ന് പറയുന്ന ആൾക്ക് നമ്മളീ പറയുന്നിടത്ത് വളരെ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയം കൊണ്ട് ലാഭം ഉണ്ടാക്കിയിരിക്കുമ്പോൾ കുടുംബം വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഏറ്റവും പ്രാഗൽഭ്യം ചെലുപ്പിച്ച അഖിലേഷ് യാദവ്, അദ്ദേഹത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ പറയുന്ന കോൺഗ്രസ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ രാഹുൽ ഗാന്ധി കുടുംബം പോലെയാണ് മൊത്തം ആൾക്കാർ, ഭാര്യ, അറിയാമല്ലോ, അമ്മാവനെ, അമ്മായി, അല്ലെങ്കിൽ മരുമോനോ, ഇവരെല്ലാം അവിടുത്തെ MP MLA ഒക്കെ. അപ്പോൾ ഇവർക്ക് തടയിടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവിടെ വീണ്ടും കടന്നു കയറുന്നതിന് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ ഒരു ഇനി അധികാരത്തിൽ വന്നാൽ അവിടെ OBC വിഭാഗത്തിന് പ്രശ്നം ഉണ്ടാവും, SCക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതി, ഭരണഘടന തിരുത്തും എന്നുള്ള രീതിയിൽ അത് വർക്കൗട്ടാക്കി ഒരുപക്ഷെ BJPക്ക് അകത്തെ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ BJP ശ്രദ്ധിക്കാൻ പറ്റാവുന്ന ഈ പ്രചരണം കൊണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെ വീണ്ടും വിഭജനം ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം BJP പുറകോട്ടടിക്കുന്നതിനും ഇവർക്ക് മുന്നേറുന്നതിനും ഒക്കെ സാധിച്ചു. അപ്പം അതിനുശേഷം ഇതൊന്നും ശരിയല്ലെന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതൊന്നും സംഭവിക്കുന്നില്ല. BJP പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന OBCക്കാരനെ ഉപദ്രവിക്കുന്നില്ല, SC STക്കാരനെ ഉപയോഗിക്കുന്നതിനും മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. അവിടെ പ്രശ്നങ്ങളുള്ള ഗുണ്ടകളെയും അല്ലെങ്കിൽ വിഷയങ്ങളുടെ മാഫിയകളെയൊക്കെ മാറ്റി നിർത്തി നല്ലൊരു ഭരണമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് ജനം വീണ്ടും തിരിച്ചറിഞ്ഞു. ഈ പറഞ്ഞതെല്ലാം വ്യാജമായിരുന്നു, അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ വ്യാജമായിരുന്നു, അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. തിരിച്ചറിഞ്ഞ് വീണ്ടും യോഗി പറയുന്ന ലൈനിലേക്ക് OBC SC ST ഒക്കെ വരികയാണ്. ഈ പറയുന്ന അവിടുത്തെ മുസ്ലിം വോട്ടുകൾ യോഗിയിലേക്ക് വരികയാണ്. നമ്മളീ പറയുമ്പം അവിടെ കഴിഞ്ഞ 9 7 ജയിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ കദേഹാരി മണ്ഡലം എന്ന് പറയുന്നൊരു മണ്ഡലം. അതിനകത്ത് 70% OBC SC ST ആണ്. ഇവിടെ ഈ പ്രാവശ്യം SP-യുടെ കയ്യിൽ നിന്ന് അവർ തിരിച്ചു പിടിക്കുക. കാരണം ഈ പറഞ്ഞതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ 9 സീറ്റ് എന്ന് പറഞ്ഞാൽ 3 സീറ്റ് അവിടെ സിറ്റിംഗ് സീറ്റ് ഇത്രയും ഭൂരിപക്ഷം നിൽക്കുമ്പോഴേ അവരുടെ ഉള്ളൂ. ബാക്കിയല്ലേ SP-യുടെ ഘടകകക്ഷിയുടെ സീറ്റ്. അതിനകത്താണ് അവരിൽ നിന്ന് തിരിച്ചു പിടിച്ച് 2 ഒഴിച്ച് ബാക്കി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് വിജയിച്ചത് മുൻ BSP നേതാവ് ധരംരാജ് നിഷാദാണ്. മനസ്സിലാവുന്നില്ല, ധരംരാജ് നിഷാദാണ് ഈ പറയുന്നിടത്ത് ജയിച്ചത്. SP-യുടെയും തിരിച്ചു പിടിക്കുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ OBC വിഭാഗം SC വിഭാഗം കൂടെ മാത്രം 70% ഈ വിഭാഗമെല്ലാം തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയത്. അപ്പം ഇപ്പം അവിടെ വേറൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന ആളായിരുന്നല്ലോ ഈ ഇലക്ഷന് ശേഷം അവർ 2ാമത് ലോക്സഭയിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ യോഗിക്കെതിരെ വളരെ വലിയ നീക്കം നടത്തുകയും അദ്ദേഹം RSSന്റെ ഒരു വലിയ വ്യക്തം, BJPയുടെ ഒരു വലിയ ആളുമൊക്കെയാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം അമിത്ഷായുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞതിനകത്ത് അമിത്ഷായുടെ ഭാഗമായിട്ടൊക്കെ അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയാം. അതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നറിയത്. ഏതായാലും RSS വിളിച്ചാന്ന് കേശവ് പ്രസാദ് മൗര്യ എടുത്ത് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്നോണം, യോഗി തന്നെയായിരിക്കും ഇവിടുത്തെ നേതാവ്, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിയമസഭയിൽ ഇലക്ഷനെ നേരിടാൻ പോകുന്ന യോഗി ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ RSS അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഈ കേശവ പ്രസാദ് മൗര്യയ്ക്കല്ല ഏത് മൗര്യയ്ക്കും അറിയാം RSSന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗമല്ലാതെന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇദ്ദേഹം പരാജയപ്പെട്ടു. പിന്നെ അവിടെ ഒരു നിയമസഭാ കൗൺസിൽ വഴിയാണ് ഇദ്ദേഹം. അതെ, അവിടെ കൗൺസിലുണ്ട്, നമ്മുടെ അടുത്ത കൂട്ടം അവിടെ കൗൺസിലുണ്ട്. അല്ല, അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇതേ OBCയുടെ ഭാഗമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ OBC വോട്ടുകൾ പോയെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് യോഗിക്കെതിരെ നീക്കം നടത്തുകയും അതുപോലെ യോഗിക്കെതിരെ ഒരു യോഗിയുടെ ജാതി വെച്ചിട്ടൊരു പ്രചരണം നടത്താനൊക്കെ ഉള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തു. മനസ്സിലായില്ലേ? ഇതെല്ലാം വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം വിളിച്ച് പറഞ്ഞു, അതിനകത്ത് വലിയ പിന്തുണ. കാരണം യോഗിക്ക് ഇത് മനസ്സിലാവുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയും യോഗി RSSുമായിട്ട് കൂടിയാലോചിക്കുകയൊക്കെ ചെയ്തു. RSSൻ്റെ ഭാഗമായിട്ട് പിന്നെ വരുന്നൊരവസ്ഥയിലേക്ക് വന്നു. RSS അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വന്നു, ധൈര്യം കൊടുത്തു. RSS പറഞ്ഞു യോഗി തന്നെ മതിയെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വം ആർക്കും ഒന്നും. കാരണം അവർക്കറിയാം, അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോളും. അവരാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെ RSS എന്ന് പറയുമ്പോൾ വിശ്വഹിന്ദു പരിഷത്ത്, ഇതെല്ലാം RSS ആണ്. വിശ്വഹിന്ദു പരിഷത്തിന് അത് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നു. ഇപ്പം RSS പറഞ്ഞതുപോലെ യോഗി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ യോഗിയും RSSും തമ്മിൽ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സംഭവിച്ച വിഷയങ്ങൾ RSS ഇടപെട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പഴയ രീതിയിലേക്ക് ഹിന്ദുക്കളെ എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച്, അല്ലെങ്കിൽ OBCക്കാരനെ കൂട്ടിയോജിപ്പിച്ച്, അവിടുത്തെ ദളിത് മുസ്ലിങ്ങളെ കൂട്ടിയോജിപ്പിച്ച്, SCയെ കൂട്ടിയോജിപ്പിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് വിജയം കണ്ടു. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ 10 സീറ്റുണ്ട്. ഇനി അവിടുത്തെ ഇവിടെ അയോധ്യ ശ്രീ എന്ന മണ്ഡലത്തിൽ നിയമസഭ അവിടെ എന്തോ വിഷയം കൊണ്ട് മാറ്റി നിർത്തി. ഈ 9 മത്സരിക്കുമ്പോൾ ഈ കേരള ഒരുപക്ഷെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്,
തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടെ കൂട്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു യു പിയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കാരണം യു പിയിലെ വ്യതിയാനം ആ ഉപതെരഞ്ഞെടുപ്പിലും അതേ രീതിയിൽ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എല്ലാവരും ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കിയത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കി അതേ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ കാലത്തെ ഇപ്പം ഉരുത്തിരിച്ചുകൊണ്ട് വന്ന, കാരണം 80 സീറ്റിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, അതിനകത്ത് ഉരുത്തിരിച്ചുകൊണ്ട് വന്ന അതേ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുകയും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയ്ക്ക് 2024 ചെറിയ പ്രതീക്ഷ ഇവിടെ മഹാരാഷ്ട്രയിൽ വന്നല്ലോ കൊടുത്തത്. ആ പ്രതീക്ഷ രണ്ടും കടുന്ന മഹാരാഷ്ട്രയിൽ നിന്നും ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലേക്കും, അല്ലെങ്കിൽ യു പിയിൽ നിന്നും ആ പഴയ പ്രതീക്ഷയും ആ കള്ളത്തരങ്ങളും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ഇന്ത്യ മുന്നണിക്കും അഖിലേഷ് യാദവിനും മനസ്സിലായതുകൊണ്ടാണ് അഖിലേഷ് യാദവ് വളരെ കൃത്യമായിട്ട് അവിടെ മുസ്ലിങ്ങളെ ഉപയോഗിച്ച് ഒരു കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കി ഈ അവിടുത്തെ ഒരു തിരിച്ചുവരവും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെ കലുഷിതമാക്കി ഒരു മോശമായ അന്തരീക്ഷത്തിലേക്ക് വികസനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന യു പി, വികസനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ വിജയിക്കാൻ സാധ്യതയില്ല. പല കലാപങ്ങളും യു പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഉരുത്തിരിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ വളരെ കൃത്യമായിട്ട് പൂ പറിച്ച് കളയുന്ന ലാഘവത്തോടും ഈ കലാപങ്ങളെല്ലാം അദ്ദേഹം ഒതുക്കിയിട്ടുണ്ട്. അന്ന് നമുക്കറിയാമല്ലോ, ഇവിടുന്ന് പോയ ഒരാളെ പിടിച്ചകത്തിട്ടത് ഇവിടുത്തെ കലാപം റിപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി SDPI-കാരനാണെന്ന് കണ്ടുപിടിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ ഇപ്പോഴും ജാമ്യത്തിലാണെങ്കിലും കയ്യിലും കാലിലും ചങ്ങലയിട്ടുള്ള ജാമ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ എങ്ങോട്ട് തിരിയുന്നു എന്നറിയാൻ പറ്റും. നല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഒക്കത്തില്ല. ഇപ്പോൾ നിരീക്ഷണമുണ്ട്. ചിപ്പ് മനസ്സിലായി, മൊബൈൽ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന മൊബൈലുണ്ടല്ലോ, മൊബൈലിൽ പുള്ളി എവിടെയാണെന്നില്ല, ആനയ്ക്ക് നമ്മുടെ അരിക്കൊമ്പന് ചിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതേ രീതിയിലുള്ള ചിപ്പ് പുള്ളിക്ക് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കയുടെ കാര്യത്തിൽ ഇനിയും ജാമ്യമാണെങ്കിലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമാണ്. കൃത്യം പൊളിറ്റിക്കൽ ഇസ്ലാമായിരുന്നു. അവരായിരുന്നു അന്ന് അവിടെ ആ വിഷയം ഓപ്പറേറ്റ് ചെയ്ത്, അവരായിരുന്നു ആ വിഷയം കത്തിക്കാൻ ശ്രമിച്ചത്. അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ കാപ്പൻ അവിടെ ചെന്നത്. അപ്പോൾ ഇതേ രീതിയിലേക്കുള്ള വർഗീയ കലാപങ്ങൾ ഉരുത്തിരിക്കുന്നതിന് മനസ്സിലാവുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിജയം അല്ലെങ്കിൽ ആ തിരിച്ചുപോക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന യു പി, അതിനെയൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ കലാപത്തിലൂടെ മറ്റു രീതിയിലൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ യോഗിയും RSSും ഒന്നിച്ച് ചെന്നാൽ ഇതൊന്നും സാധ്യമല്ലതാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.